ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെ വയർലെസ്സായി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റു കമ്പ്യൂട്ടറിലേക്കും പിന്നെ ഫോണിലേക്കും ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ലാപ്പിലേക്കാണ് ഞാൻ ഫയലെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ബ്രൗസർ ആണെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്. അതിൽ ഞാൻ സെൻഡ് എനിവർ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് തുറന്നതിന് ശേഷം നമ്മൾ മേലെ കാണുന്ന ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ നമുക്ക് ആൻഡ്രോയിഡിനുള്ളതും iOSനുള്ളതും പിന്നെ വിൻഡോസിൻ്റെ 7-നും 8-നും 10-നുള്ളതും മാക്കോയ്സിൻ്റെയും ലിനക്സിൻ്റെയും എല്ലാം നമുക്ക് കാണാം. ഞാൻ ഇവിടെ വിൻഡോസിനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്പിലും പിന്നെ എൻ്റെ കമ്പ്യൂട്ടറിലും ഞാൻ സെൻഡ് എനിവർ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പിന്നെ ലാപ്പിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. നമുക്ക് രണ്ടിലും ഇൻ്റർനെറ്റ് അത്യാവശ്യമാണ്. നമുക്ക് ആദ്യം ഒരു ഫയൽ എടുത്ത് നമ്മൾ ഈ സെൻഡ് എനിവറിലേക്ക് ഡ്രാഗ് ചെയ്തിടണം. ശേഷം നമുക്ക് ഈ കമ്പ്യൂട്ടർ ഒരു QR കോഡും പിന്നെ ഒരു കീയും കാണാം. ഇനി നമുക്ക് ലാപ്പിൽ ഈ റിസീവിന് താഴെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിച്ച ആ കീ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഈ സിസ്റ്റം ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള കാണിക്കും. ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. അപ്പം നമുക്ക് മറ്റേ കമ്പ്യൂട്ടറിൽ നമുക്ക് ഷെയർ ആവുന്നത് നമുക്ക് കാണാം. പെർസെൻറ്റേജ് കൂടിപ്പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. അത് മറ്റേ കമ്പ്യൂട്ടറിലും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിലൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം സെൻഡ് എനിവർ. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് സെൻഡ് എനിവർ പറഞ്ഞ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാം. ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ നമുക്ക് ഈ സെൻഡ് പറഞ്ഞതോ അല്ലെങ്കിൽ റിസീവൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് റിസീവ് ഒന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നൊരു ഫയൽ ഇതിലേക്ക് അയക്കുന്നുണ്ട്. നമുക്ക് ആ ഫയലൊന്ന് റിസീവ് ചെയ്ത് നോക്കാം. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെൻഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കോഡ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ശേഷം നമ്മൾ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഇതിലേക്ക് ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫയൽസും എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക.